സാർ, ഇവിടെ അവതരിപ്പിച്ച വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അംഗീകരിക്കുന്നു. ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് കണക്കുകൾ സഹിതം വെച്ച് UDFകാരുടെ വാദഗതിയെ നമുക്ക് മറികടക്കാനാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങനെ കണക്കും കാര്യങ്ങളും പറഞ്ഞ് വാദഗതി ഉന്നയിച്ചാലും അവർക്ക് അക്കാര്യം ബോധ്യമാവില്ല എന്ന് ശ്രീമാൻ കോൺഗ്രസിൻ്റെ നേതാവായ ശശി തരൂർ ഉൾപ്പെടെ വസ്തുതാപരമായ ഒരു സത്യം പറഞ്ഞപ്പോൾ ബോധ്യം വരാത്ത ആളുകൾ വീണ്ടും വീണ്ടും തങ്ങളുടെ നിലപാട് ശരിയാണെന്ന് സമർത്ഥിക്കാനും വേണ്ടിയുള്ള വാദങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കാർഷിക മേഖലയിലുണ്ടായ അഭിവൃദ്ധിയും മുന്നേറ്റവും നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? നേരത്തെ നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന നമ്മുടെ ഭൂമി 1.7 ലക്ഷം ഹെക്ടർ ആയിരുന്നെങ്കിൽ ഇന്നത് 2.5 ലക്ഷം ഹെക്ടറായിട്ട് ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഉൽപ്പാദനക്ഷമതയും ഉൽപ്പാദനവും വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചതിൻ്റെ ഭാഗമായി നമ്മുടെ ഉൽപ്പാദനവും വർദ്ധിച്ചിട്ടുണ്ട് എന്നർത്ഥം. 7 ലക്ഷം മെട്രിക് ടൺ ആയിരുന്നുവെങ്കിൽ 17.21 ലക്ഷമായി മെട്രിക് ടൺ വർദ്ധിച്ചു. അതുപോലെ തന്നെ പച്ചക്കറി, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ കണക്ക് പറഞ്ഞപ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. സാധാരണ അസുഖം വന്നാൽ, അപകടങ്ങൾ വന്ന് പരിക്ക് പറ്റിയാൽ, അംഗഭംഗം വന്നാൽ നമുക്ക് ഓപ്പറേഷൻ നടത്തിയിട്ടും ചികിത്സിച്ചിട്ടുമൊക്കെ അത് ഭേദമാക്കാൻ വേണ്ടി കഴിയും. എന്നാൽ ജന്മനാലുള്ള ചില വൈകല്യങ്ങൾ എങ്ങനെ ചികിത്സിച്ചിട്ടും ഓപ്പറേഷൻ നടത്തിയിട്ടും അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, കേരളം ശ്രീലങ്കയെപ്പോലെ ആകുന്നാൽ. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ശ്രീലങ്ക കേരളത്തെ പോലെ ആയി. ഇപ്പം പിന്നെ ആ ഉദാഹരണം അവരിവിടെ എടുത്ത് ഉദ്ധരിക്കുന്നില്ല. വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, ധാരാളമുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നൊരവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും അതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള താരതമ്യമൊക്കെ ഇവിടെ രേഖപ്രകാരം തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അർത്ഥം. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണെന്ന് വ്യവസായവും കൃഷിയും എന്നർത്ഥം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ വലിയ പുരോഗതി നേടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ലോകവും അതുപോലെ തന്നെ രാജ്യവും ഒക്കെ തന്നെ ആ കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുകിട വ്യവസായങ്ങൾ, പരമ്പരാഗത വ്യവസായങ്ങൾ, അതുപോലെ തന്നെ വൻകിട വ്യവസായങ്ങൾ, എല്ലാ വ്യവസായങ്ങൾക്കും സ്പേസ് നൽകാനും വ്യവസായങ്ങൾ ആരംഭിക്കാനും ഒക്കെ ആവശ്യമായ രൂപത്തിലുള്ള നടപടികൾ സുതാര്യമാക്കിയതിൻ്റെ അനുഭവങ്ങൾ ഇവിടെ നമ്മുടെ മുന്നിൽ ബോധ്യമാണെന്നർത്ഥം. ആ നിലയിൽ വ്യവസായങ്ങളെ സംബന്ധിച്ചും വ്യവസായ വളർച്ചയെ സംബന്ധിച്ചൊക്കെ തന്നെ നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്ന നിലപാട് തിരുത്തണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം സഹകരണ മേഖലയെ സംബന്ധിച്ചാണ്. ലോകത്തിനും രാജ്യത്തിനുമൊക്കെ തന്നെ ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന മാതൃകാപരമായിട്ടുള്ള ഒരു സഹകരണ പ്രസ്ഥാനവും ഒരു മേഖലയാണ് കേരളമെന്ന് അംഗീകരിക്കപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് പകരം സഹകരണ മേഖലയിൽ ഉണ്ടാകുന്ന ചില പുഴുക്കുത്തുകൾ എടുത്തുകൊണ്ട് അതിനെ വളരെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് സഹകരണ പ്രസ്ഥാനമാകെ മോശമാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു നമ്മുടെ കേരളത്തിൽ. ഇപ്പം അങ്ങനെ ഒരു വർത്തമാനം പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം. സഹകരണ മേഖലയിൽ സമഗ്രമായ ഭേദഗതികൾ കൊണ്ടുവന്നുകൊണ്ട് കാലത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ നിയമ ഭേദഗതി കൊണ്ട് ഈ സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോവുക. കേരള ബാങ്കിൻ്റെ രൂപീകരണം, അതുപോലെ തന്നെ നിക്ഷേപത്തിൻ്റെ കണക്ക്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ കണക്ക്, ഇതെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ കാര്യം ബോധ്യമാവും. അറ്റാദായത്തെ സംബന്ധിച്ച് പറയുമ്പോഴും 209 കോടി രൂപ അറ്റാദായം കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ നിക്ഷേപം വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ലോൺ ഔട്ട്സ്റ്റാൻഡിങ് വർദ്ധിക്കുന്നു. ഇത് ഉൽപ്പാദന മേഖലയിലേക്കും വികസന മേഖലയിലേക്കും സാമൂഹ്യക്ഷേമ സുരക്ഷാ മേഖലയിലേക്കുമൊക്കെ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് പ്രബലമായ രൂപത്തിലുള്ള പിന്തുണ നൽകുന്ന ഈ സഹകരണ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇപ്പോൾ ഏഷ്യ പസഫിക് രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നപ്പോൾ, ജോർദാനിൽ വെച്ച് നടന്നപ്പോൾ, ആ ഉച്ചകോടിയിൽ ക്ഷണിക്കപ്പെട്ട ഒരു സംസ്ഥാനം കേരളമായിരുന്നു. കേരളത്തിൻ്റെ സഹകരണ വകുപ്പ് മന്ത്രി ആ ഉച്ചകോടിയിൽ പങ്കെടുക്കുകയും സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ചിത്രം വരച്ചു കാണിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് നമുക്ക് അഭിമാനകരമായ
ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ട്രിസിറ്റി വേണം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന്. നേരത്തെ എന്തായിരുന്നു ഇലക്ട്രിസിറ്റിയുടെ സ്ഥിതി? ഇവിടെ ഇന്നലെ സംസാരിച്ച ചില ബഹുമാന്യ മെമ്പർമാർ പറഞ്ഞു കറണ്ട് ചാർജൊക്കെ കൂടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കാലത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല, ലോഡ് ഷെഡിങ്ങും അതുപോലെ തന്നെ പവർ കട്ടുമായിരുന്നു. ആർക്കും കറണ്ട് ഉണ്ടായിരുന്നില്ല. 8 മണിക്കൂർ 10 മണിക്കൂർ ലോഡ് ഷെഡിങ്ങും കറണ്ട് കട്ടും ജീവിച്ച ഈ കേരളത്തിൽ 8 വയസ്സായ ഒരു കുട്ടിയോട് ചോദിച്ചാൽ കറണ്ട് കട്ട് എന്താണെന്ന് അറിയാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ആ നിലയിൽ കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വിവിധങ്ങളായുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ വ്യവസായ വികസനത്തിന്, രാജ്യത്തിൻ്റെ വികസനത്തിന്, കാർഷിക മേഖലക്ക്, തൊഴിൽ മേഖലക്ക്, എല്ലാ മേഖലക്കും വളരെ അത്യാവശ്യമായ വിധത്തിൽ ഈ കറണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ലോഡ് ഷെഡിങ്ങിൽ നിന്നും പവർ കട്ടിൽ നിന്നും രക്ഷിക്കാൻ ഈ കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് കഴിഞ്ഞിട്ടുള്ളതെന്ന് അർത്ഥം. ആ നിലയിലുള്ള വിവിധങ്ങളായിട്ടുള്ള ഈ വകുപ്പുകൾ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ട. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, പിച്ച തന്നില്ലെങ്കിലും വേണ്ടില്ല, പട്ടിയെ വിട്ട് കടിപ്പിക്കരുത് എന്ന്. നല്ല കാര്യമായിട്ട് അഭിപ്രായം ആ രൂപത്തിൽ നിങ്ങൾ പറയണമെന്നില്ല. പക്ഷേ ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മുന്നിൽ കേരളം പിന്നിലാണ്, കേരളം പിന്നിലാണ്, കേരളം മോശമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൂടാ എന്നാണ് വിനയപരസ്പരം അഭ്യർത്ഥിക്കാനുള്ളത്. വന്യജീവിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇവിടെ ഉന്നയിക്കുന്നത് കേട്ടു. വന്യജീവി ആക്രമണങ്ങൾ പെരുകിയിട്ടുണ്ട്, വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനെ കൂട്ടായി പരിഹരിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്യജീവികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്രമണവും വർദ്ധിപ്പിച്ചു എന്തോ ഇടതുപക്ഷക്കാരൻ്റെ ഒരു തകരാറ് കൊണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒരു തകരാറ് കൊണ്ടാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നേരത്തെ നിങ്ങളുടെയൊക്കെ തന്നെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ട ആളുകളുടെ സംഖ്യയും ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മരണപ്പെട്ട ആളുകളുടെ സംഖ്യയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ശക്തമായി പറയാൻ വേണ്ടി കഴിയും, ഈ മരണനിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരത്തെ UDFൻ്റെ ഭരണകാലഘട്ടത്തിൽ സംഭവിച്ച മരണനിരക്കാണ് കൂടുതൽ എന്ന് പറയാൻ കഴിയും. അത് അങ്ങല്ല എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പറയണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ കാർഷിക മേഖലയും അതുപോലെ തന്നെ വില നെല്ല് സംഭരണവുമായൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നെല്ല് സംഭരണത്തിൻ്റെ അടിസ്ഥാനം എന്താ? NFSA ആക്ട് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി കേരളത്തിന് അർഹതപ്പെട്ട റേഷൻ വിഹിതം നൽകേണ്ട കേന്ദ്ര ഗവൺമെൻറ് ആ റേഷൻ വിഹിതം തരേണ്ട അരിക്ക് പകരം കേരളത്തിൽ നിങ്ങൾ നെല്ല് സമാഹരിക്കണം, നെല്ല് ശേഖരിക്കണം, നിങ്ങൾ അരിയാക്കണം, അരിയാക്കിയിട്ട് നിങ്ങൾ വിതരണം ചെയ്യണം. അതിനാവശ്യമായി വരുന്ന അതിൻ്റെ ബാധ്യത, അതിൻ്റെ ചെലവ്, അതിൻ്റെ വില ഈ കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ തരാം എന്നുള്ളതിൻ്റെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് NFSA നടപ്പാക്കിയതിൻ്റെ ഭാഗമായി വന്നതെന്നർത്ഥം. അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതൽ നെല്ലിൻ്റെ വില നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ആ നിലയിൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏത് കാര്യത്തെ സംബന്ധിച്ചും ഈ രൂപത്തിൽ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഈ പ്രതിപക്ഷക്കാരുടെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ജന്മനാലുള്ള വൈകല്യം നമുക്ക് പരിഹരിക്കപ്പെടാൻ കഴിയില്ല, എന്ത് ശാസ്ത്രക്രിയ നടത്തിയാലും കഴിയില്ല. ആ വൈകല്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള രോദനങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഇവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ് അവതരിപ്പിക്കപ്പെട്ട ഈ ധനാഭ്യർത്ഥനകളെ അംഗീകരിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.